ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സജി ആൻ്റണി. കോതനല്ലൂരാണ് ദേശം. ഇവിടെ കോതനല്ലൂർ കന്തീശങ്ങളുടെ ദേവാലയത്തിലെ ട്രസ്റ്റി ആയിട്ടാണ് ഇപ്പോൾ ഞാൻ സേവനം അനുഷ്ഠിക്കുന്നത്. ഈശോയുടെ സുവിശേഷം എത്തിക്കുവാനായിട്ട് ശുശ്രൂഷകനായിട്ട് പല സ്ഥലങ്ങളിലും ഞാൻ പോകാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ട് വളരാനായിട്ട് എന്നെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധ ജപമാലയാണ്. അത് ജപമാലയിലേക്ക് വളരുവാനായിട്ട് കാരണം എൻ്റെ ചാച്ചനായിരുന്നു. എൻ്റെ ചാച്ചൻ്റെ ചെറുപ്പത്തിൽ ചാച്ചൻ്റെ അമ്മ മരിച്ചു പോയതാണ്. അതുകൊണ്ട് എൻ്റെ ചാച്ചൻ അമ്മയില്ലാതെയാണ് വളർന്നത്. അമ്മയെ കണ്ടിട്ടില്ല. അതുകൊണ്ട് മാതാവിനോടൊരു പ്രത്യേക ഒരു ഭക്തി ഉണ്ടായിരുന്നു. അമ്മയുടെ സ്നേഹം മുഴുവനും മാതാവിൽ നിന്നുമായിരുന്നു ഈ അച്ഛൻ ചോദിച്ചു വാങ്ങിക്കൊണ്ടിരുന്നത്. അത് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിരുന്നത്, രാത്രിയുടെ യാമങ്ങളിൽ എൻ്റെ അച്ഛൻ തട്ടുകട ഒക്കെ നടത്തിയിരുന്നതാണ്. അത് അടച്ച് രാത്രിയിലൊക്കെ വരുമ്പോൾ മാതാവിനോട് ജപമാല ചെല്ലാതെ ചാച്ചൻ ഉറങ്ങാറില്ലായിരുന്നു. മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ച് മാതാവിൻ്റെ മുമ്പിലിരുന്ന് ജപമാല ചെല്ലുമ്പോൾ ഓരോ രഹസ്യങ്ങൾ കഴിയുമ്പോൾ മാതാവിനോട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ മാറത്തടിച്ചുകൊണ്ട്, എൻ്റെ അമ്മേ, എന്നെ സഹായിക്കണമേ, അമ്മയില്ലാതെ വളർന്ന എനിക്ക് അമ്മയാണല്ലോ എൻ്റെ വളർത്തമ്മയും പോറ്റമ്മയൊക്കെ ആയി മാറിയത് എന്നും പറഞ്ഞ് അമ്മയോട് വളരെ സ്നേഹത്തോടെയും സങ്കടത്തോടെയും ഒക്കെ അമ്മയോട് സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെല്ലാം ഉത്തരം ചാച്ചൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രിയിൽ ഇങ്ങനെ കരയുകയും മാതാവിനോട് ഇങ്ങനെ വളരെ വികാരപരനായിട്ടൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കേട്ടുകൊണ്ട് ഞാൻ പലപ്പോഴും ഉണർന്നിരുന്നിട്ടുണ്ട്. പല പ്രതിസന്ധികളിലും എന്നെ ശക്തിപ്പെടുത്തിയത് എൻ്റെ അപ്പൻ കാണിച്ചു തന്ന ആ ജപമാല ശക്തിയായിരുന്നു. എൻ്റെ യുവത്വത്തിൽ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ രൂക്ഷമായ ഒരു നിമിഷങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും ജോലിയില്ലാത്ത ദിവസങ്ങൾ. അപ്പോൾ ആ നിമിഷങ്ങളെല്ലാം എന്നെ ശക്തിപ്പെടുത്തിയത് പരിശുദ്ധ ജപമാലയാണ്. പല സ്ഥലത്തും ജോലിക്കായി മുട്ടിയപ്പോൾ, വാതിലുകൾ അടയുമ്പോഴെല്ലാം നിരാശനാകാതെ എന്നെ ശക്തിപ്പെടുത്തിയതെല്ലാം പരിശുദ്ധ അമ്മയാണ്. ഇങ്ങനെ ഒരു ദിവസം ജോലിയില്ലല്ലോ, എന്നാൽ ഒരാഴ്ച പോയി ധ്യാനിക്കാൻ പോകാം എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ബസ്സിലിരുന്ന് ഞാനിങ്ങനെ ജപമാല ചെല്ലുകയാണ്. അപ്പോഴെൻ്റെ അടുത്ത് എന്നെപ്പോലെ തന്നെ ഒരു യുവാവ് വന്നിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങളിരുന്ന് ജപമാല ചെല്ലുകയാണോ? എന്താണ് നിങ്ങൾ ചെല്ലുന്നത്? എങ്ങനെയാണ് ബസ്സിലിരുന്ന് ജപമാല ചെല്ലാൻ സാധിക്കുക? ഞാനും ക്രിസ്ത്യാനിയാണല്ലോ എന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എപ്പോഴും ഏത് നേരത്തെ ഇരുന്നും നമ്മളെ ജപമാല ചെല്ലുവാണെങ്കിൽ നമുക്കത് വലിയൊരു ദൈവാനുഗ്രഹമാണ്, ഒരു ദൈവ സംരക്ഷണമാണ്. പ്രത്യേകിച്ച് നമ്മൾ യുവജനങ്ങൾ നമുക്ക് നേരിടുന്ന പല പ്രലോഭനങ്ങളെയും അതിജീവിക്കുന്നതിനായിട്ട് പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുന്നത്, അതിനിടയാകുവാനായിട്ട് ഈ ജപമാല നമുക്ക് കാരണമാകും എന്നൊക്കെ പറഞ്ഞു. അന്നേരം അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ ആ വണ്ടിയിലിരുന്ന് എന്നെ ഷെയർ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ജോലിയില്ലാത്ത നിമിഷങ്ങളും തൊഴിലില്ലായ്മ മൂലം അദ്ദേഹം അനുഭവിക്കുന്ന വേദനകളൊക്കെ ഞാനും പറഞ്ഞു. ഞാനും തൊഴിലില്ലാത്തവനാണ്, ഞാനും ജോലിക്ക് വേണ്ടി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നിട്ടും നിങ്ങളെന്താണ് ഇത്രമാത്രം ഈ പ്രാർത്ഥനയെ ആശ്രയിക്കുന്നത്? സാധാരണ എല്ലാവരും എന്തെങ്കിലും ദൈവാനുഗ്രഹം കിട്ടുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ജോലിയെ കിട്ടുമ്പോഴാണല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്. ഞാൻ എൻ്റെ വീട്ടിലും അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, പല പ്രതിസന്ധികളിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾക്ക് അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ നമുക്ക് തുറന്നു കിട്ടുന്നത്. അതിന് ജപമാല നമ്മളെ സഹായിക്കും. ഇന്നല്ലേ നാളുകളിൽ എനിക്കും ഒരു ജോലി കിട്ടും,
ദൈവത്തിന് എവിടെയായിരുന്നാലും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പഴയ ചിന്തകളൊക്കെ മാറുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനും ഒരു ധ്യാനത്തിന് വരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഈ ചാലക്കുടിയിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ പിരിയുകയാണ്. അദ്ദേഹത്തെ പിന്നീട് ഞാൻ കണ്ടുമുട്ടുന്നത് ഗൾഫിൽ വെച്ചാണ്. അവിടെ വെച്ച് എൻ്റെ കൂടെ ഒരു സഹശുശ്രൂഷകനായിട്ട് അദ്ദേഹം മാറുകയുണ്ടായി. പിന്നീട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ജപമാലയെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഗൾഫിൽ വെച്ചുണ്ടായിട്ടുണ്ട്. ഞാൻ ഗൾഫിൽ ജോലി ആയിരുന്ന സമയത്ത് എൻ്റെ ജീവിത പങ്കാളിക്ക് കിട്ടിയ ജപമാലയിലൂടെ കിട്ടിയ ഒരു വലിയൊരു അനുഗ്രഹം ഞാനിപ്പോൾ ഓർക്കുകയാണ്. എൻ്റെ ഭാര്യ ആദ്യത്തെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഏകദേശം 7-ാം മാസം ആയപ്പോൾ അവൾ ഹോസ്പിറ്റൽ ICU സ്റ്റാഫാണ്. അന്ന് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് കേസ് അവിടെ വന്നു. ഒരു കുടുംബം മുഴുവനും അപകടത്തിൽപ്പെട്ടിട്ട് മരണാസന്നരായ അവരുടെ ശരീരവുമായിട്ടാണ് അവിടെ ഹോസ്പിറ്റലിൽ പോലീസ് കൊണ്ടുവന്നത്. ഉടൻ തന്നെ ഈ കുടുംബത്തെ, കുട്ടികളുണ്ട്, ഭാര്യ ഭർത്താവുണ്ട്, വല്യപ്പനുണ്ട്, ഇവരെയൊക്കെ ട്രോളിയിൽ കയറ്റി പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കും അവിടുന്ന് തിരിച്ച് ICUയിലേക്കൊക്കെ ട്രോളിയുമായിട്ട് പോകുന്നത് എൻ്റെ വൈഫും കൂടെയുള്ള ശുശ്രൂഷകരുമാണ്. അപ്പോൾ അവരെല്ലാവരും ഓടുമ്പോൾ ഇവൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന കാര്യമെല്ലാം മറന്നുകൊണ്ട് ഈ രോഗികളെ രക്ഷിക്കുവാൻ വേണ്ടി ഇവൾ ഓടുകയാണ്. അതെല്ലാം കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എൻ്റെ ഭാര്യ അവശതയായി. വലിയ ബുദ്ധിമുട്ടോടുകൂടി അവൾ എനിക്ക് തീർത്തും മേല എന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ ഉടൻ തന്നെ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അപ്പോഴാണ് അറിയുന്നത് അന്ന് അവിടെ ഗൾഫിൽ ഹജ്ജിൻ്റെ അവധിയാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഡോക്ടർമാരൊക്കെ അവർ ഹജ്ജ് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് എമർജൻസി റൂമിലുള്ള MBBS ആയിട്ടുള്ള ജൂനിയർ ഡോക്ടർമാരാണ് അവിടെ സേവനം അനുഷ്ഠിക്കുന്ന ആ സമയത്ത്. അവർക്കാർക്കും ഡെലിവറി റൂമിൽ ഒരു പരിചയമില്ലാത്തവരാണ്. അപ്പോൾ അവളെ ശുശ്രൂഷിക്കാനായിട്ട് കുറച്ച് മലയാളി നേഴ്സുമാരുണ്ട്. അവരെല്ലാവരും എനിക്കറിയാം, കാരണം അവരെല്ലാം ഞങ്ങളുടെ ആ ഗ്രാമത്തിലെ പ്രയർ ഗ്രൂപ്പിലുള്ളവരാണ്. അപ്പോൾ ഇവർ വൈകുന്നേരം വരെ എൻ്റെ വൈഫിനെ ശുശ്രൂഷിക്കുന്നു. അവൾക്ക് ഒരു പ്രോഗ്രസ്സും ഇല്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്ത അവസ്ഥയായി. വേദന കൊണ്ട് പൊളയുന്നു. മരണാസന്നയായി അവൾ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ തിരിച്ചു പോയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബാത്റൂമിൽ കയറി. ബാത്റൂമിൽ കയറിയിട്ട് എൻ്റെ ചാച്ചൻ പണ്ട് പ്രാർത്ഥിച്ച, മാതാവിനോട് പ്രാർത്ഥിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. അതെൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ചങ്ക് പൊട്ടി പലപ്പോഴും എൻ്റെ അപ്പൻ പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേ ദിവസം തന്നെ എൻ്റെ അപ്പൻ എന്തൊക്കെ കാര്യത്തിന് വേണ്ടി മാതാവിനോട് ജപമാലയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതെല്ലാം ലഭിച്ച അനുഗ്രഹത്തിൻ്റെ ഓർമ്മകളെല്ലാം ആ നിമിഷം എൻ്റെ ചിന്തയിലേക്ക് വന്നു. ഞാൻ അവിടെ ബാത്റൂം ആണെന്നൊന്നും ചിന്തിച്ചില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ജപമാല മുറുക്കെ പിടിച്ചുകൊണ്ട് ഞാൻ ജപമാല ചൊല്ലി പൊട്ടിക്കരയാൻ തുടങ്ങി. എൻ്റെ അമ്മേ, എൻ്റെ ചാച്ചനെ സഹായിച്ച അമ്മേ, അമ്മ ഇതാ ഞാൻ അമ്മയോട് ചോദിക്കുകയാണ്, എൻ്റെ വൈഫിനെ കൈവിടരുതേ, ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെ കൈവിടരുതേ, ഈ മണലാരണ്യത്തിൽ ചെയ്ത ശുശ്രൂഷകളെല്ലാം നീ ഓർക്കണമേ, എന്നെ കൈവിടരുതേ എന്നിങ്ങനെ ഞാൻ ആ ബാത്റൂമിലിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ആ നിമിഷം തന്നെ ഈ DR-ൽ ലേബർ റൂമിൽ ചുറ്റുമുണ്ടായിരുന്ന നമ്മുടെ മലയാളി നേഴ്സുമാരെല്ലാവരും ജപമാല ചൊല്ലാൻ തുടങ്ങി. നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലാൻ തുടങ്ങി. കാരണം ബാക്കിയുള്ള അവരുടെ അറിവുകളെല്ലാം അസ്തമിച്ചു. അപ്പോഴാണ് ആ സമയത്ത് അന്ന് അവധിയിലായിരുന്ന ഒരു റുമാനിയൻ ലേഡി ഡോക്ടർ ഗബ്രിയേൽ
ജസ്റ്റ് ഹോസ്പിറ്റലിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. റൂമിലിരുന്ന് മടുത്തിട്ട് അവരിങ്ങനെ കടന്നു പോകുമ്പോൾ, ഡെലിവറി റൂമിൻ്റെ ലേബർ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഏതാനും ശബ്ദങ്ങൾ അകത്ത് കേൾക്കുന്നു. ആരൊക്കെയോ ഇങ്ങനെ നിലവിളിക്കുന്നത് പോലെയൊക്കെ. അവർ ആ ലേബർ റൂമിലേക്ക് കയറി വന്നപ്പോൾ ഇവരിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ചുറ്റും കൂടിയിരുന്ന് എൻ്റെ വൈഫിൻ്റെ ചുറ്റും ഇരുന്നുകൊണ്ട് ഇവർ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഈ ഡോക്ടർ കാണുന്നു. ഡോക്ടർ ഉടൻ തന്നെ ചോദിക്കുകയാണ്, എന്ത് പറ്റി? അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, ഈ എൻ്റെ വൈഫിൻ്റെ കാര്യം, ഇവള് ഡെലിവറിക്കായിട്ട് നിൽക്കുന്നു, 7ാം മാസമാണ്, ബ്ലീഡിംഗ് ആണ്, ഞങ്ങൾ പരമാവധി നോക്കി, ഡോക്ടർമാരാരുമില്ല, ഉടനെ തന്നെ ഡോക്ടറാണ് ഇവളെ വന്ന് സഹായിക്കുകയാണ്. വളരെ അത്ഭുതകരമായിട്ട് എൻ്റെ മകള് നോർമൽ ഡെലിവറിയിലൂടെ എൻ്റെ മകളെ ലഭിക്കുന്നു. എൻ്റെ വൈഫും മകളും സുഖമായിട്ട് അവിടെ സൗഖ്യം പ്രാപിക്കുകയാണ്. എനിക്ക് ഫോൺ വരികയാണ്, എൻ്റെ വൈഫ് പ്രസവിച്ചു, എനിക്കൊരു മോളുണ്ടായെന്ന്. ഞാൻ ഉടൻ തന്നെ ഓടി ലേബർ റൂമിൻ്റെ വാതിക്കലെത്തി എൻ്റെ മോളെ കൈകളിൽ വാങ്ങിക്കൊണ്ട് ഞാൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ചൊല്ലി, നന്മ നിറഞ്ഞ മറിയമേ എന്ന്. അന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന് എൻ്റെ നെഞ്ചിൽ അനുഭവപ്പെട്ട ഒരു സായാഹ്നമായിരുന്നു അത്. വേറെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഗൾഫിൽ വെച്ച് എൻ്റെ 3ാമത്തെ മോൻ ഉണ്ടായപ്പോൾ അവന് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ സ്കിൻ അലർജി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതെല്ലാം കാർപ്പറ്റിൻ്റെ നിന്നും വരുന്ന ഡസ്റ്റാണ്, അതിൽ നിന്നുമാണ് ഈ അലർജി ഉണ്ടാകുന്നത്, അല്ല ഏതെങ്കിലും ഫുഡിൽ നിന്നും ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ റൂമിലെ കാർപ്പറ്റൊക്കെ മാറ്റി പുതിയ ടൈലൊക്കെ ഇട്ടു. എന്നിട്ടും കുഞ്ഞിന് അലർജി മാറുന്നില്ല. അവൻ ദേഹം എല്ലാം ചൊറിഞ്ഞ് കരയാൻ തുടങ്ങി. ഇത് ദിവസങ്ങൾ നീളാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം എൻ്റെ വൈഫ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി. അന്ന് രാത്രി ഞാൻ കുഞ്ഞുങ്ങളുടെ കൂടെ ഉണ്ട്. രാത്രി എൻ്റെ മോനിരുന്ന് ഭയങ്കരമായ കരച്ചിൽ, 6 മാസമായ കൊച്ച്, ദേഹം മുഴുവൻ അവൻ മാന്തി കീറാൻ തുടങ്ങി. ഉടൻ തന്നെ ഞാൻ കുറേ നേരം അവനെ എടുത്ത് ആശ്വസിപ്പിച്ച് നോക്കി, പാല് കൊടുത്തു നോക്കി. അന്നേരമൊന്നും അവൻ സമ്മതിക്കുന്നില്ല, കരച്ചിൽ നിർത്തുന്നില്ല. അവസാനം ഞാൻ വീണ്ടും ജപമാലയിലേക്ക് ആശ്രയിച്ചു. അന്ന് പ്രാർത്ഥനാ റൂമിലേക്ക് എത്തി കുഞ്ഞിനെ ആ അമ്മയുടെ മുമ്പിൽ, തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ കടത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് ജപമാല ചെല്ലാൻ തുടങ്ങി. കുറേ നേരം ആ ജപമാലയിലൂടെ കരഞ്ഞു, അമ്മേ, ഈ കുഞ്ഞിനെ എങ്ങനെ ഞാൻ ആശ്വസിപ്പിക്കും? നീ ഇവനെ തൊടണമേ, നീ ഇവന് സൗഖ്യം കൊടുക്കുവാൻ ഈശോയോട് അപേക്ഷിക്കണമേ. ഞാനും എൻ്റെ വൈഫും ഒക്കെ മെഡിക്കൽ മേഖലയാണെങ്കിലും ഞങ്ങളുടെ അറിവുകൾക്കും ഞങ്ങൾ ഇവന് കൊടുക്കുന്ന മരുന്നുകൾക്കൊക്കെ അപ്പുറമായിട്ട് ഇവൻ അസ്വസ്ഥനാകുകയും ഇവൻ്റെ രോഗം മൂർച്ഛിക്കുകയും ചെയ്യുകയാണ്. കുറേ നേരം ജപമാലയിലിരുന്ന് ചൊല്ലിക്കൊണ്ട് ഞാൻ കരഞ്ഞു. ജപമാലയ്ക്ക് ശേഷം കുറേ നേരം നിശബ്ദനായി കുഞ്ഞിൻ്റെ അടുത്തിരുന്നു. അപ്പോഴവൻ ശാന്തമായി ഉറങ്ങാൻ തുടങ്ങി. ആ നിമിഷങ്ങളിൽ എനിക്കൊരു ബോധ്യം, ഉള്ളിലൊരു തോന്നലുണ്ടാകുകയാണ്, ഇവന് ഞങ്ങൾ എപ്പോഴും കുടിക്കാൻ കൊടുക്കുന്നത് മിൽക്ക് പൗഡറാണ്, വെളിയിൽ നിന്ന് വാങ്ങുന്ന പാൽപ്പൊടിയാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും ജോലിക്കാരാണ്, വൈഫും ജോലിക്ക് പോകുന്നു. അപ്പോൾ എപ്പോഴും അവന് അമ്മയുടെ പാല് കൊടുക്കാനായിട്ട് സമയം കിട്ടാറില്ല. എനിക്കങ്ങനെ ഒരു പ്രാർത്ഥനയിൽ തോന്നിയാണ് ഇവന് കൊടുക്കുന്ന പാല്, ആ പാൽപ്പൊടിയൊക്കെ നിർത്തുക എന്നുള്ളത്. ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തോടു കൂടി അന്നത്തെ ദിവസം കടന്നുപോയി. പ്രഭാതത്തിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വൈഫ് വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞ് കുടിക്കുന്ന പാൽപ്പൊടി അത് നമുക്ക് നിർത്താം, അവനാ ഇനി തൊട്ട് പാൽപ്പൊടി കൊടുക്കണ്ട.
അപ്പോഴെൻ്റെ വൈഫ് എന്നോട് ചെറിയ ദേഷ്യത്തിൽ ചോദിച്ചു, നമ്മുടെ കുഞ്ഞ് പിന്നെ എന്ത് കഴിക്കും? ഇപ്പോൾ പാല് കുടിക്കുന്ന പ്രായമല്ലേ, ഇവനെപ്പോഴും പാല് കൊടുക്കാനായിട്ട് ഞാൻ എപ്പോഴും ഇവൻ്റെ കൂടെ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നമ്മൾ കുടിക്കുന്ന പാൽ ഏതാണോ, നമ്മൾ കഴിക്കുന്ന ആഹാരം ഏതാണോ, അത് കുഞ്ഞിന് പയ്യെ കൊടുക്കാം. നമ്മൾ കുടിക്കുന്ന ഫ്രഷ് മിൽക്ക് അത് അവന് ചെറുതായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് അവന് കുടിക്കാൻ കൊടുക്കാം. ഞാൻ എന്നിട്ട് ഒന്നും കൂടെ പറഞ്ഞു, ഇത് ഇന്നലെ ജവമാലയിൽ എനിക്ക് കിട്ടിയ ഒരു പ്രചോദനമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, മാതാവ് പറഞ്ഞതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് നിർത്താം എന്ന് എനിക്കൊരു ശക്തി നൽകി അവൾ. അങ്ങനെ ഞങ്ങൾ അന്ന് മുതൽ ഈ കുഞ്ഞിന് കൊടുക്കുന്ന ആ പാൽപ്പൊടി നിർത്തി സാധാരണ ഞങ്ങൾ കുടിക്കുന്ന പാല് അവന് ചെറിയ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഇതുവരെയും എൻ്റെ കുഞ്ഞിന് സ്കിൻ അലർജി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു അസുഖമേ അവൻ്റെ ജീവിതത്തിലില്ല. അങ്ങനെ ഒരു വലിയൊരു സൗഖ്യം ആ ജപമാലയോടെ ഞങ്ങൾക്ക് കിട്ടിയതാണ്. മറ്റൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഗൾഫിൽ ഞാൻ താമസിക്കുന്ന ആ ഏരിയയിൽ ഞങ്ങൾക്കൊരു പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മ വളർന്നു വന്നു തുടങ്ങി. അപ്പോൾ ഒരു ഗാന ശുശ്രൂഷയ്ക്കായിട്ട് ഓർഗൻ വായിക്കാനായിട്ട് ആരുമില്ലായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ അന്വേഷിച്ചു, ഇങ്ങനെ കുറച്ച് പ്രാർത്ഥനാ മനോഭാവമുള്ള ഓർഗൻ വായിക്കാൻ അറിയാവുന്ന ഒരാളെക്കുറിച്ച്. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, നമ്മുടെ ഇവിടെ ടാക്സി ഓടിക്കുന്ന ഒരു മലയാളിയുണ്ട്, അദ്ദേഹത്തിന് ഓർഗൻ വായിക്കാൻ അറിയാം, അദ്ദേഹം വെളിയിൽ ഗാനമേളയ്ക്കൊക്കെ പോകുന്നതാണ്, ഒരു തൃശ്ശൂരുകാരൻ നസ്രാണിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തെ വിളിക്കുക, പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് അന്വേഷിച്ചു അദ്ദേഹത്തെ വിളിച്ചോ എന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പല പ്രാവശ്യം വിളിച്ചു, അദ്ദേഹം വരത്തില്ല, അദ്ദേഹം പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനൊരു നമ്മളെ കളിയാക്കിയാണ്, അതിനോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കൂട്ടായ്മയിൽ അവരോട് പറഞ്ഞു, നമുക്കിങ്ങനെ ഓർഗൻ വായിക്കാനായിട്ട് ഒരാളെ ആവശ്യമാണ്, നമുക്ക് അറിയാവുന്ന ഒരാൾ ഇവിടെയുണ്ട്, അദ്ദേഹം ഈ കൂട്ടായ്മയിലേക്ക് വരാൻ വേണ്ടി നമ്മളിവിടെ ഈ ജപമാല ചെല്ലുമ്പോൾ ഇദ്ദേഹത്തെയും കൂടെ സമർപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജപമാലയിൽ ഇദ്ദേഹത്തിൻ്റെ പേര് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു ബാർബർ ഷോപ്പിൽ മുടി വെട്ടാനായിട്ട് പോയി ഇരിക്കുമ്പോൾ ഇദ്ദേഹം അവിടെ ഇരുന്ന് മുടി വെട്ടുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ജപമാലയെല്ലാം തുടങ്ങി. മാതാവേ, ഈ മനുഷ്യനെ സമർപ്പിക്കുകയാണ്, ഈ ആത്മാവിനെ സമർപ്പിക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ കഴിവുകളെ സമർപ്പിക്കുന്നു, നമ്മുടെ കൂട്ടായ്മയിൽ ആരാധനാ ഗാനം ആലപിക്കുവാൻ, ആത്മാവിൽ നമ്മുടെ കൂട്ടായ്മയിലുള്ള മക്കൾ ഉണരുവാൻ ഒരു സംഗീത ഉപകരണം അറിയാവുന്നത് നമ്മുടെ അറിവിൽ ഈ മനുഷ്യൻ മാത്രമേ ഉള്ളൂ, ഇവനെ കൈവിടരുതേ, ഇവനെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെ. ഇദ്ദേഹം മുടി വെട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഇദ്ദേഹവുമായി സംസാരിച്ചു. അപ്പോൾ ഉടൻ തന്നെ ഞാൻ ഇങ്ങനെ ഒരു ധൈര്യത്തിൽ, എൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു ധൈര്യത്തിൽ പറഞ്ഞു, മാതാവ് നിന്നെ കൂട്ടായ്മയിലേക്ക് വിളിക്കുന്നു, നീ തീർച്ചയായിട്ടും വരണമെന്ന്. അദ്ദേഹം ഒന്നും പറയാതെ തന്നെ എന്നോട് പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ കൂടുന്ന കൂട്ടായ്മയിൽ ഞാൻ ഉണ്ടായിരിക്കുമെന്ന്. അങ്ങനെ പിറ്റേ ആഴ്ചത്തെ ഞങ്ങളുടെ ആ കൂട്ടായ്മയിൽ ഇദ്ദേഹം കടന്നു വരികയും ആ കൂട്ടായ്മയിലിരുന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ആരാധിക്കുകയും ജപമാല ചൊല്ലുകയൊക്കെ ചെയ്തു. അതിനുശേഷം എല്ലാവരും പോയ ശേഷം അദ്ദേഹം എന്നോട് പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ തുടങ്ങി. 10-12 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത കാര്യങ്ങളും പ്രാർത്ഥനയിൽ നിന്ന് ഒത്തിരിയേറെ അകന്നു പോയതും ഒക്കെ അദ്ദേഹം സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എല്ലാത്തിനും പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരനോട് പറഞ്ഞു, നിനക്ക് എല്ലാത്തിനും ആൻസർ തരും, അനുഗ്രഹം തരും, നീ ജപമാല ചെല്ലണം, എല്ലാ പ്രാവശ്യവും ഇവിടെ കൂട്ടായ്മ വരണം, നിൻ്റെ കഴിവ് ആ ഓർഗൻ വായിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിച്ചുകൊണ്ട് ഇവിടെ ആരാധനയിൽ പങ്കെടുക്കണം, നീ സംഗീതം ആലപിക്കണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അദ്ദേഹം ഒരു വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോയ ശേഷം ഒരു ദിവസം എന്നോട് വന്ന് പറഞ്ഞു, എൻ്റെ ജീവിത പങ്കാളി ഗർഭിണിയാണ്, ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി കുഞ്ഞിനെ ലഭിച്ചു എന്ന്. വർഷങ്ങൾക്ക് ശേഷം
ഈ കഴിഞ്ഞ ആഴ്ചയിലും അദ്ദേഹത്തെ ഞാൻ നാട്ടിൽ വെച്ച് കണ്ടു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് മക്കൾ വീണ്ടും ഉണ്ടായി. അവരെയൊക്കെ ജപമാല പഠിപ്പിച്ചിട്ടുണ്ട്. അവരോടൊക്കെ അന്ന് നടന്ന അനുഭവങ്ങളും മാതാവിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ തൻ്റെ കുഞ്ഞുങ്ങളോടും അദ്ദേഹം സംസാരിച്ചു. അവരൊക്കെ ജപമാല ചൊല്ലുന്നു. ഞങ്ങളൊരിക്കലും ജപമാല മുടക്കാറില്ലെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. മറ്റൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ നമ്മൾ പ്രാർത്ഥനാ കൂട്ടായ്മകൾ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു. ഒത്തിരിയേറെ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ചില ദേശത്ത് അവിടെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ പോലും ഇല്ല. അപ്പോൾ അങ്ങനെ അറിയുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ ചെന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു മലയാളി ഫാമിലിയെ പരിചയപ്പെടും. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെയുള്ളൊരു നേഴ്സിനെ ആയിരിക്കും പരിചയപ്പെടുക. നമ്മൾ അവരോട് പറയും, ഞങ്ങളൊരു പ്രാർത്ഥനാ കൂട്ടായ്മ തുടങ്ങാനായിട്ട് വന്നതാണ്, കർത്താവിന് ഒന്നുചേർന്ന് നമുക്ക് ആരാധിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചിലർ പറയും ഞങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളാം. അല്ലെങ്കിൽ മറ്റു ചിലർ പറയും ഞങ്ങളുടെ ഹസ്ബൻഡ് ഇത് സമ്മതിക്കത്തില്ല. അപ്പോൾ ചില പുരുഷന്മാരെയൊക്കെ നമ്മൾ കാണും ടൗണിൽ വെച്ച്, മലയാളികളെയൊക്കെ, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥന വലിയ താല്പര്യമില്ല എന്നൊക്കെ പറയുന്ന അനേകരുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ ഒരു തടസ്സം ഞങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ ചെയ്യുന്നത്, ഞങ്ങൾ കുറച്ച് സഹോദരങ്ങൾ ചേർന്ന് ഒരു വാഹനത്തിൽ ഞങ്ങൾ സഞ്ചരിക്കുന്ന കാറിൽ കയറിയിട്ട് ഈ ഗ്രാമത്തിൻ്റെ വെളിയിലുള്ള വഴിയിലൂടെ ഈ ഗ്രാമത്തിന് ചുറ്റും സഞ്ചരിച്ച് ജപമാല ചൊല്ലി ഈ ഗ്രാമത്തെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കും. അത് ഒരു ദിവസം മാത്രമല്ല, പല ആഴ്ചകളിൽ ഞങ്ങൾ വന്നിത് ചെയ്യും. ചിലപ്പോൾ മാസത്തിലൊന്ന് വന്ന്, ദൂരെയൊക്കെ ആണെങ്കിൽ മാസത്തിലൊന്ന് വന്ന് ചെയ്യും. അങ്ങനെ ഒരു 6 മാസമോ 1 വർഷമോ കഴിയുമ്പോൾ ആ സ്ഥലത്തുനിന്ന് ഒരു കുടുംബം പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തുറന്നു കിട്ടും. അവിടെ ഇരുന്ന് ഞങ്ങൾ പയ്യെ പ്രാർത്ഥന തുടങ്ങും, ആ കുടുംബത്തോട് ചേർത്ത് നിർത്തി. അപ്പോൾ തൊട്ടടുത്തുള്ള കുടുംബങ്ങളെല്ലാം ഈ പ്രാർത്ഥനയിലേക്ക് പയ്യെ വന്നു തുടങ്ങും. അങ്ങനെ ആ ഗ്രാമത്തിലെ അല്ലെങ്കിൽ ആ താമസ സ്ഥലത്തുള്ള എല്ലാ മലയാളി കുടുംബങ്ങളും മിക്കവരും തന്നെ ആ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് വരും. പിന്നെ പല കുടുംബങ്ങളും പ്രാർത്ഥനയ്ക്കായിട്ട് അവിടെ തുറന്നു കിട്ടും. അങ്ങനെ ആ ദേശത്ത് ആരാധന സമൂഹം രൂപപ്പെടും. ഇത് വലിയൊരു ശക്തിയാണ് നമുക്ക് ജപമാല. ഒരു ദേശത്ത്, ഒരു ഭവനത്തിൽ ദൈവത്തിന് ആരാധന കൊടുക്കുവാനായിട്ട് സമ്മതിക്കാത്ത പല തിന്മകളുടെയും ബന്ധനങ്ങളെല്ലാം തകർത്തെറിയുവാനായിട്ട് ജപമാലയ്ക്ക് സാധിക്കും. ഈ ജപമാലയിലൂടെ അങ്ങനെ ഓരോ സ്ഥലത്തും അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും മറക്കാത്ത മറ്റൊരു സംഭവമുണ്ട്. എൻ്റെ കുടുംബജീവിതത്തിലൊക്കെ ആ സംഭവം സ്വാധീനിച്ചതാണ്. ഞാൻ ഗൾഫിലായിരിക്കുമ്പോൾ വെളിയിൽ നിന്നും ഒരു സഹോദരൻ സാക്ഷ്യം പറയാനായിട്ട് ഞങ്ങളുടെ കൂട്ടായ്മയിൽ വന്നു. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ അദ്ദേഹം ബോംബെ എയർപോർട്ടിൽ വെച്ച് പണം കൈമാറ്റം നടത്തുമ്പോൾ പറ്റിക്കപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ പൈസയെല്ലാം ഈ കള്ളന്മാർ കൊണ്ടുപോയതും അദ്ദേഹം എയർപോർട്ടിലിരുന്ന് ഇരിക്കാൻ പോലും പറ്റാതെ ആ കസേരയുടെ പുറകിൽ മുട്ടുകുത്തി നിന്ന് കസേരയിൽ ചാരി ആ മുട്ടുകുത്തി കസേരയിലേക്ക് കമന്ന് നിന്നുകൊണ്ട് അദ്ദേഹം ജപമാല ചൊല്ലുമെന്ന ഒരു സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പൈസ തട്ടിക്കൊണ്ട് പോയവർ
തിരിച്ചു വന്ന് ഇദ്ദേഹത്തോട് വന്ന് പറയുന്നു, ഞങ്ങൾക്ക് ബോംബെ ടൗൺ വിട്ടു പോകാനായിട്ട് പറ്റുന്നില്ല. ഞങ്ങൾ പല വഴികളിലും പോയിട്ടും തിരിച്ച് വീണ്ടും എയർപോർട്ടിലേക്ക് വരുന്നു. നിനക്ക് എന്ത് മന്ത്രമാണ് നീ ഇരുന്ന് ചൊല്ലുന്നത്? അതുകൊണ്ട് നിൻ്റെ പൈസയെല്ലാം ഇതാ പിടിച്ചോ, ഇനി ഞങ്ങൾക്കെതിരെ നീ മന്ത്രം ചൊല്ലരുത് എന്നും പറഞ്ഞ് അദ്ദേഹം പോയ ഒരു സംഭവം ഞാൻ കേൾക്കുകയുണ്ടായി. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അദ്ദേഹം അവിടെ ആ പ്രതിസന്ധിയും ബുദ്ധിമുട്ടും ഉണ്ടായപ്പോൾ ആ എയർപോർട്ടിൻ്റെ ഒരു കോണിലിരുന്ന് അദ്ദേഹം മുട്ടുകുത്തി ജപമാല ചൊല്ലി എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും ഞാനിത് സ്വീകരിക്കാൻ തുടങ്ങി. ഞാനും എൻ്റെ കുടുംബവും ഇരുന്ന് ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനകളിലിരുന്ന് ജപമാല ചൊല്ലുമ്പോൾ ജപമാല തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നിടം വരെയും ഞങ്ങൾ മുട്ടുകുത്തിയാണ് ജപമാല ചൊല്ലുന്നത്. ഇങ്ങനെ മുട്ടുകുത്തി ജപമാല ചൊല്ലുമ്പോൾ അതൊരു വലിയൊരു അനുഭവവും അനുഗ്രഹവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ മാറാറുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലുള്ള സ്വകാര്യമായ പല ദുഃഖങ്ങളുണ്ടാകുമ്പോൾ, ചില കുടുംബപരമായും ഒക്കെ ഞങ്ങളുടെ ചില പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴെല്ലാം ഞാനും എൻ്റെ കുടുംബവും ഈ മുട്ടുകുത്തി നിന്ന് ജപമാല ചെല്ലുന്നത് ഞങ്ങളുടെ ഒരു ജീവിതത്തിലൊരു ശീലമായി മാറി. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ആ വേദനയോട് ചേർന്ന് നിൽക്കുവാനും അവിടെ വലിയൊരു ദൈവാനുഭവം വരുവാനൊക്കെ ഞങ്ങൾക്കിടയായി. ഇതെൻ്റെ കുഞ്ഞുങ്ങളിലൊക്കെ വലിയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് ചെറിയ പ്രാർത്ഥനകളൊക്കെ നടത്തുമ്പോൾ ഇളയ കുട്ടി ഇരുന്ന് അവൻ ചെറുതായിട്ട് കിടന്ന് ഉറങ്ങാറുണ്ട്. അപ്പോൾ അവന് ഉറങ്ങിപ്പോകുന്നതെന്ന് അവന് മനസ്സിലാകുമ്പോൾ അവൻ ഉടൻ തന്നെ ചെയ്യുന്നത് അവിടെ മുട്ടുകുത്തി നിന്ന് അവൻ പ്രാർത്ഥിക്കും. ഇത് അവന് കിട്ടിയതൊക്കെ ഈ ജപമാലയിൽ നിന്നാണ്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും എല്ലാ ബുദ്ധിമുട്ടുകളും അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചേർന്നിരുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനാ റൂമിലിരുന്ന് മുട്ടുകുത്തിയിരുന്ന് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന അനുഭവമുണ്ടല്ലോ, ഞങ്ങൾക്കുണ്ടാകുന്ന അനുഗ്രഹമുണ്ടല്ലോ, അത് എത്രമാത്രം പറഞ്ഞാലും അതും ഞങ്ങൾക്ക് എങ്ങനെ അത് വിവരിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു സന്തോഷമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ലഭിക്കുന്നത്. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. ജപമാല എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരിക്കലും മാറ്റപ്പെടരുത് എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചെല്ലുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആരും ഞങ്ങളുടെ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകാൻ നീ അനുവദിക്കരുതേ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇങ്ങനെ ജപമാല ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറഞ്ഞു നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ വ്യക്തിപരമായി ഞങ്ങളുടെ കുടുംബത്തിലുണ്ടെന്നുള്ള ആ വലിയൊരു അനുഭവത്തിലൂടെയാണ് ഞങ്ങൾ ഓരോ പ്രഭാതവും മുന്നോട്ട് വയ്ക്കുന്നതും. ഈ അമ്മയുടെ കൂടെ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഓരോ പ്രഭാതത്തിലും പരിശുദ്ധ ബലിയർപ്പണത്തിനായി ദേവാലയത്തിലേക്ക് കടന്നു പോകുന്നതും.